വേണ്ട വേണ്ടത്താ, ഞാൻ പോവൂല. ഞാൻ പറഞ്ഞില്ലേ. ഇല്ല, ഞാൻ പോവൂല. എനിക്ക് പേടിയാ. ഞാൻ ഇത്താന്റെ കൂടെ കിടന്നോളാം. ഇതിപ്പോ നല്ല ചേലായി. എന്ത് ഭർത്താനാ ഈ പെണ്ണ് പറയണത്? ഞാൻ പോവൂല. എനിക്ക് പേടിയാ. ഞാൻ എന്നോട് എത്താത്തന്റെ കൂടെ കിടന്നോളാം. ചായിദ, ഈ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അയലൊക്കത്തുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട്. ഇന്നും കൂടി ഓളി ഷാഹിദാന്റെ കൂടെ കിടന്നോട്ടെ. വാശിയാ. പെൺകുട്ടിയൊക്കെ ഇത്ര വാശിയൊന്നും പറ്റൂല. പേടിയാണല്ലോ. പേടി. എന്ത് പേടി? വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ പൊറുക്കൊണ്ടാളാ ജി. എന്നിട്ട് പേടിയല്ലേ. ഉമ്മ, ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാൻ പാടില്ലാത്തതല്ലേ സംഭവിച്ചത്. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയാ സ്ഥിതി. ആ ഷാഹിദ, ഇന്ന് ഓളെന്റെ കൂടെ കിടന്നോട്ടെ. പിന്നെ കിടക്കുമ്പോ ആയത്ത് കുറിച്ച് ഒന്ന് ഓതി കിടക്ക്. പുതിയാപ്പള പറയണേട്ടാ തോന്നും ഇത് മനഃപൂർവ്വമാണ്. ആ ശുക്രേ, പാവം അവൾ ഇന്ന് കൂടെ ഷാഹിദാന്റെ കൂടെ കിടന്നോട്ടെ. സാരല്ല, പേടിച്ചു പോയതാ. ഈ കിടന്നോ. പിന്നെ ആയത്ത് കുറിച്ച് ഓതി കിടന്നു. പഠിച്ചോനെ, ജീവിതകാലം മുഴുവൻ ഈ താക്കോൽ കൂട്ടായിട്ട് കഴിയേണ്ടി വരുമെന്നാ പേടി. ചായ അവിടെ വെച്ചോ. എന്തേ ഇപ്പൊ പേടില്ലേ? ഇങ്ങോട്ട് നോക്ക്. അസുഖം ഉണ്ടാവണ സാധാരണ. ഇത്രമാത്രം പേടിക്കാൻ ഞാനെന്താ പോലീസ് സിംഹറ്റാ? മുത്തിന് എന്നോട് സ്നേഹമില്ല, അതന്നെയാ. അല്ലോ, അങ്ങനെ പറയില്ലേ. പിന്നെ ഇന്നലെ രാത്രി എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടെപ്പോഴും എനിക്ക് ഉണ്ടായതാ പണ്ടാരടങ്ങാൻ. പിന്നെ ഇങ്ങനെ വരാൻ കണ്ടൊരു നേരം. ഈ വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ. ചീത്ത പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാ. ഇനിയിപ്പോ എല്ലാ ദിവസവും ഷാഹിദാന്റെ കൂടെ കിടന്നുറങ്ങാനാ പരിപാടി? ഇല്ല, ഇവിടെ കിടന്നോളാം. എന്നാലേ ചെന്നിട്ട് എന്റെ പാന്റ് ഷർട്ടൊക്കെ സ്ഥിരിട്ട് വെക്ക്. ഇന്ന് പെരയിലേക്ക് നമ്മൾ രണ്ടാളോട് 2 ദിവസം നിക്കാൻ ചെല്ലാൻ പറഞ്ഞിനി. പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല. ഞാനൊന്ന് നോക്കട്ടെ. നിക്ക് നിക്ക്, അമ്മായി ഇറങ്ങട്ടെ. വേഗം തിരക്കുണ്ട്. എന്റെ ഒരു തിരക്ക്. എത്രയായി മോനെ? 100 രൂപ. 100? മോളെ, എന്റെ അമ്മായി വന്നിക്കണ്. ഈ ഒരു 100 രൂപ ഇങ്ങോട്ട് എടുത്തോ. വണ്ടിക്കാരന് കൊടുക്കാനാ. ചെല്ല്. അന്നെ എവിടെയോ കണ്ടിണ്ടല്ലോ. ഈ ആരെ മോനാണോടാ? ഞാൻ പിലാക്കലെ ബഷീറിന്റെ മോനാ. ബഷീറിന്റെ മോനാണ് ഈ. കൊടുത്താളാ? ഇയാണ് കൊടുത്താളാ? ഇവിടെ 10 ബെൽറ്റുണ്ടാകുമ്പോഴാ. ഓ എന്റെ സൈനബ, ശുക്കൂറിന് നിക്കാ ഈ അറിയിച്ചില്ലല്ലോ. ഞാൻ എത്ര പോലെ പൂതി വെച്ചിട്ട് നമുക്ക് അറിയാലോ. ഓന്റെ കല്യാണം കൂടെ. അതിന് അമ്മായി എവിടെയെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ടാ. എന്നാ ഇങ്ങോട്ട് നോക്ക്. ഈ മൊബൈലിലേക്ക് ഒന്നും വിളിച്ചൂടാ എനിക്ക്. ഓ, അതറിയില്ലേന്. ഇത് പെട്ടെന്നുണ്ടായ കല്യാണ. അതൊന്നും സാരല്ല. പിയൂട്ടി എവിടെ? കുളിക്ക. കുളിച്ചോട്ടെ കുളിച്ചോട്ടെ.
ആ ഈ ചായ എടുത്ത് വെക്കണോ? പത്തിരിക്ക് ഇറച്ചി കൂട്ടാനോ? നല്ല മണം വരുന്നുണ്ട്. ആ ഓ, അമ്മ ഇതെപ്പറ്റി നീ എന്നോട് മുണ്ടണ്ട. നിന്റെ ഒക്കത്തെ മൂത്രമൊഴിച്ച് വലുതായ കുട്ടിയാണ് ചുക്കൂറ്. എന്നിട്ട് ഓനെ നിക്കായി എന്നെ അറിയിച്ചോ? അമ്മായി തിരക്കിനിടയിൽ വിട്ടുപോയതാണ് അമ്മായി. പെയ്യൂട്ടല്ലത് സൈനബി ഷുക്കൂർ ഗോൾ അടിച്ചല്ലടി. മോളെ പേരെന്താ? എല്ലാരും വിളിക്കണേ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞല്ലേ മുത്താണെന്ന്. ശുക്കൂറേ, ആര് പറഞ്ഞാലും ഈ എന്നോട് കല്യാണം പറയാൻ മറക്കരുതേനു. അന്നേ ഞാനാണ് പോറ്റിയത്. അന്നെ പെറ്റിട്ടപ്പോഴേ ഇവിടെ മുലയില് പാലില്ലാഞ്ഞിട്ട് നിന്റെ മുല കുടിച്ചിട്ടാ ഈ ഉറങ്ങിയത്. നിന്റെ ഒക്കെ തിരിച്ചിട്ട് എത്ര പോലെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അമ്മ ഇതൊന്നും മനസ്സിൽ വെക്കൂല. അമ്മായിയെ ഒരാഴ്ച നിങ്ങൾ കൂടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ശുക്രേ, ഇവള് മൊഞ്ചത്തിയാണടാ, മൊഞ്ചത്തി. ഭയ്യ മോനെ, അല്ലാ എല്ലാരും കാത്തോളണേ. അമ്മായി പോയി കിടന്നു. ഇന്ന് കിടക്കട്ടെ. അല്ല ഷാഹിദ, ആ ഷാഹിദ, ഇയ്യു പെട്ടെന്നൊന്ന് റെഡി ആയിക്കോ. എന്തേനു? ഉമ്മ ബാത്റൂമിലൊന്ന് വീണു. ആശുപത്രി കൊണ്ടേക്കോ. കുറച്ചേരായി. ചിലപ്പോ 3-4 ദിവസം നിൽക്കേണ്ടി വരും. അതിനുള്ള ഡ്രസ്സും കൂടി കരുതിക്കോ. അളിയ ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിട്ട് വിളിക്കാം. അമ്മായി വന്ന് കേറിയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരു പണിയാണ് ഓല് കാണിച്ചത്. ഈ വിളിച്ചപ്പോ മുത്തെന്നാ പറഞ്ഞത്? രാവിലെ വിളിച്ചതിന് പുറമെ ഉച്ചയ്ക്ക് വീണ്ടും വിളിച്ച്. അപ്പൊ അവള് പറഞ്ഞ് പുയ്യാപ്പിള നോക്കട്ടെ എന്ന് പറഞ്ഞിക്കണെന്ന്. അതെന്താ അങ്ങനെ ഒരു വർത്താനം? നോക്കട്ടേന്ന്. പിന്നെ കുറച്ച് നേരത്തെ വിളിച്ചപ്പോ പുയ്യാപ്പിള പുറത്തേക്ക് പോയതാ, വന്നിട്ടില്ല എന്ന്. ഇനി ചെലപ്പോ രാത്രി ഇങ്ങനെ വരുമായിരിക്കും. ഇനി എങ്ങോട്ട് രാത്രി ആവാനാ? ഈ ഒന്നുകൂടി വിളിച്ചു നോക്കിയാ. ഹലോ. അസ്സലാമു അലൈക്കും. വാലിക്കും സ്ലാം. എന്തേ പുറപ്പെട്ടില്ലേ? ഇല്ല താത്ത, മൂപ്പരിപ്പോ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോ പിന്നെ പോവാന്നാ പറയണത്. ഇത് വലിയ കഷ്ടായി പോയല്ലോ മോളെ. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ബിലാൽക്കുണ്ടോ അവിടെ? ആ, ഇതാ ഇവിടെ ഉണ്ട്. എല്ലാരും ഇങ്ങളെ കാത്തുക്കുക. ഇനി ബിലാൽക്കാനെ കൊണ്ട് പറയിപ്പിക്കണോ? അതോ വേണ്ട. ഓ, നിങ്ങൾ വെച്ചോളി, വിളിക്കുന്നുണ്ട്. പിന്നെ പോവാന്ന് പുതിയാപ്പിള പറഞ്ഞെന്ന്. അതെന്താ ഒക്കെ വരാൻ പറ്റുക? ആരോട് ചോദിക്കാൻ? ഓര് പറയുന്ന പോലെ ചെയ്യാനല്ലേ മുത്തിന് പറ്റൂ. പുതിയാപ്പിളക്ക് എന്തേലും തിരക്കുണ്ടാവും. നാളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഓൽക്ക് സൗകര്യം ഉണ്ടാവും വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഏതായാലും ഞാൻ തിന്നെടുത്ത് വെക്കാൻ പോവാ. എല്ലാരും കൈ കഴുകി വന്നോളി. എന്താ കിടക്കാൻ പോണില്ലേ? എനിക്ക് പേടിയാവുന്നുണ്ട്. ദാ പറഞ്ഞില്ലാന്ന് വേണ്ട, നിലവിളിച്ച് ഒച്ചയും പടയുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച. ഇതാ നോക്ക്, ആ അമ്മായിത്തള്ള എങ്ങാനും ഇത് അറിഞ്ഞാലേ ദുനിയാവിന് മുഴുവൻ ദഫ് മുട്ടി പാട്ടാക്കും. മര്യാദയ്ക്ക് മിണ്ടാതെ പോയി കിടന്നോ. എന്റെ സ്വഭാവേ പറ്റ മോശ. പൊയ്ക്കോ. ഓളൊരു പുന്നാരേ അല്ല പിന്നെ. റബ്ബേ കാക്കണേ, ശുക്കൂർക്കൊന്നും വരുത്തല്ലേ. ഞാൻ നെയ്യത്താക്കിയതൊക്കെ ചെയ്തോളാം. ഹലോ. ഇക്ക. ആ, ആരാ? ആ, ഹലോ. ആ വാപ്പാ,
എപ്പോ? ദാ ഇപ്പൊ അന്നത്തെ പോലെ തന്നെ ഓളകത്ത് കയറലും അവസ്മാരിളകലും ഒപ്പായി. എന്തൊരു കഷ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? മയങ്ങിക്കിടക്കുക, ഒന്നും പറയണ്ട. അന്നത്തേനേക്കാളും ജാസ്തിയേനും. ആകെ കഴിച്ചതും ബഹളും അയൽവക്കക്കാരും കൂടി കൂടിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ട, രാവിലെ എത്തിയാ മതി. ആ എന്നാ ശരി. എന്താ ചെയ്യേണ്ടതെന്ന് രാവിലെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തൊക്കെ ഷുക്കൂറിന് വീണ്ടും അവസ്മാരം ഇളകിയിരുന്നു. പഠിച്ചോനെ, എന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല. നിങ്ങളൊന്ന് പോയി നോക്കണോ? വേണ്ട, രാവിലെ ചെന്നാ മതി എന്നാ ഉപ്പ പറഞ്ഞത്. ആ പെണ്ണിന്റെ ഒരു കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെ. നിങ്ങളെന്ത് വർത്താനായി പറയണത്? ഉടനെ വല്ല ഡോക്ടറെയും കാണിക്കാന്നല്ലാതെ മന്ത്രിച്ചോദിനോ പോലെ മന്ത്രവാദികളെയും കാണിക്കാ? പിരാന്ത് പറയാ? ഷോ, പിരാന്തല്ല പിയാപ്പിളെ. ഓന് ഈ സൂക്കേട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ സൂക്കേടിന് ഔലി തന്നെയാണ് നല്ലത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി. അതിനു മുമ്പ് ഓളെ വീട്ടുകാരെ വിവരം അറിയിച്ചാളി. അതൊന്നും ഇപ്പൊ പറ്റൂല. ഓലറിഞ്ഞ പൊല്ലാപ്പ, നമ്മൾ അറിഞ്ഞോണ്ട് ഓരോ കുടിക്കുന്നില്ല ഓല് പറയാ. സംശയം എന്താ? നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടീനെ കുറിച്ച് ആലോചിച്ചോ? ഇവിടെ വന്ന് കേറിയതിന് ശേഷം ആ കുട്ടീന്റെ കണ്ണീര് തോർന്നിട്ടുണ്ടോ? ശരിക്കും നല്ലോണം ഉറങ്ങിയിട്ടുണ്ടോ? പാവം, എട്ടും പൊട്ടും തിരാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അത് തന്നെയാ ഞാനും പറയണത്. ആദ്യം അവനെ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അവളെ ഇക്കാക്കാനോട് മറ്റുണ്ടായ കാര്യം പറയാം. പുയ്യാപ്പിളെ, നിങ്ങളിപ്പോ ആരോടൊന്നും പറയാൻ നിക്കണ്ട. അമ്മായി ഓനെ കൊണ്ട് പട്ടാമ്പി പോകുക. അയാളെ പേരേട്ട ഔലിയ. ഈ സൂക്കേടൊക്കെ മൂപ്പര് 2 ദിവസത്തോട് മാറ്റും. പലർക്കും മാറിക്കണം. പട്ടാമ്പിയില കിട്ടാമ്പിയില എവിടെയാച്ചാ കൊണ്ടേക്കോളി. ഇന്നതിന് കിട്ടൂല. ഞാൻ പോവാ. അമ്മായിയാ പറയണേ. അമ്മായി ഉള്ളിടത്തോളം കാലം ഇവിടെ ആരും പേടിക്കണ്ട. എടി, ഓനോട് കുപ്പായ മാറാൻ മതി. ചെല്ല്. 1000ന്റെ ഒരു 5 എണ്ണം അങ്ങോട്ട് എടുത്തോ. അമ്മായിനോടാ കളി. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കൊറേ നേരമായി ഞാൻ വിളിക്കുന്നു. മുത്ത് എന്താക്കായിരുന്നു? നിസ്കരിക്കായിരുന്നു താത്ത. ഇന്നലെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്തേ, എന്തു പറ്റി ശബ്ദം വല്ലാണ്ടിരിക്കണല്ലോ? ഒന്നുമില്ല താത്ത. എന്താ സുഖയില്ലേ? ഏയ്, ഒന്നുമില്ല താത്ത. പുതിയാപ്പിളല്ല അവിടെ? ഇല്ല, പട്ടാമ്പി പോയതാ. സുഖമില്ലാഞ്ഞിട്ട് മൊയിലിയാരെ കാണാൻ. സുഖമില്ലാഞ്ഞിട്ടോ? അതിനെന്തിനാ മൊയിലേരെ കാണാൻ പോയത്? അറിയൂല താത്ത. മുത്തേ, എന്താ കാര്യം പറയ്. മുത്തേ, എന്താ ഉണ്ടായെന്ന് വെച്ചാ പറ. ഒന്നുമില്ല മുത്തേ, ബിലാൽക്ക് കോയമ്പത്തൂർ പോയതാ. എന്താ വെച്ചാ പറയ്. ഒന്നുമില്ല.
നിങ്ങൾ ബിലാൽക്കാരോടൊന്നും പറയില്ലട്ടോ. നിങ്ങൾ ഫോണിൽ ചോളി, ഉമ്മ വരുന്നുണ്ട്. എന്താ താത്ത അന്തം വിട്ടിരിക്കണ്? ഒന്നുമില്ല. ബിലാൽക്ക് കോയമ്പത്തൂരിൽ നിന്ന് എപ്പോഴാ വരിക? നാളെ രാത്രി എന്നാ പറഞ്ഞ്. ചിലപ്പോ മറ്റന്നാളാവും. എന്തേ? നാളെ രാവിലെ നമുക്ക് മുത്തിന്റെ അടുത്തിരുന്ന് പോയാലോ? അതിന് സൽക്കാരത്തിന് മറ്റന്നാൾ ഓലിങ്ങട്ട് വരികയല്ലേ? എന്നാലും പോണം. മുത്തേ പറയ്, എന്താ ഉണ്ടായത്? നോക്ക്, ഈ ഇത്താത്തനോട് പറയ്. വേണ്ട താത്ത, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണത്? പറഞ്ഞോ. ബിലാൽക്കാനോട് പറയരുത്. ഇല്ല, ആരോടും പറയില്ല. മോളെ കരയല്ലേ, സബൂറാക്ക്, ഒക്കെ ശരിയാവും. കരയല്ലേ മുത്തേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കാറ് പുറത്ത് കണ്ടപ്പോഴേ തോന്നി വിരുന്നുകാരുണ്ട്. കൊറേ നേരമായി വന്നിട്ട്. കുറച്ചേരായി. ചായ കുടിച്ചോ? ഓഹോ കുടിച്ചു. ഇതാ ഞങ്ങൾ ഇറങ്ങായി. ബിലാല് പോയിട്ട് വന്നിട്ടില്ലല്ലേ? ഇല്ല, നാളെ വരും. പിന്നെ മുത്തൊന്ന് ഞങ്ങളോട് പോന്നോട്ടെ. മറ്റന്നാ സൽക്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ കൂടെ തിരിച്ചു പോന്നോട്ടെ. എന്താ മുത്തേ? സുക്കൂർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്. അല്ല, അത് നിങ്ങളാരെയും പറഞ്ഞാ പോരെ? ആ അത് ശരിയാ. കല്യാണം കഴിഞ്ഞിട്ട് പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നോട്ടെ അല്ലേ സൈനു? മുത്തേ എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ. ഷുക്കൂർ ഖാനോട് പറയാതെ. അത് സാരല്ല മോളെ, ഞമ്മള് പറഞ്ഞോണ്ട്. മോള് പോയി ഒരുങ്ങിക്കോ. എന്നാ ചെല്ല്. നിങ്ങളിരിക്കും. ഇത് വല്ലാത്തൊരു കൊലച്ചതായി പോയില്ല താത്ത. എന്താ പറയിപ്പോ സുഹൈലെ, വല്ലാത്തൊരു കുടുക്കിലപ്പ പെട്ടത്. ബിലാൽ ഖാനോട് പറയാതിരുന്നാൽ എങ്ങനെയാ? പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാല് നമ്മളെ തല്ലിക്കൊന്നാളും ബിലാൽക്ക. മാത്രമല്ല പുതിയാപ്പിളേനും കുടുംബത്തിനും വെച്ചേക്കില്ലോ മൂപ്പര്. സുഹേൽക്ക, ബിലാൽക്കാനോട് പറയരുത്. സുക്കൂർക്ക പാവാ, എന്നോട് പെരുത്ത സ്നേഹ. മോളെ അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇത് ജീവിത. മരണം വരെ ഒരുമിച്ച് കഴിയേണ്ടവരാ. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം നൽകുന്ന ഇയാളുടെ കൂടെ നീ എങ്ങനെ ജീവിക്കും? സ്നേഹം മാത്രം ഉണ്ടായാൽ മതിയോ? എനിക്കത് മതി സുഹേൽക്ക. ശുക്കൂർക്ക് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതെന്റെ വിധിയാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മുത്തേ കരയല്ലേ, പടച്ച മോക്കൊന്നും വരുത്തൂല. എന്തായാലും ബിലാൽക്ക വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? ചതിയല്ലേ, കൊടും ചതിയല്ലേ എന്റെ മോളോട് അവർ കാണിച്ചത്. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോളുടെ ജീവിതം കൊണ്ടല്ലേ അവർ പന്താടിയത്. എന്താ അവര് കരുതിയത്? ചോദിക്കാനും പറയാനും ആളില്ലെന്നോ? എല്ലാം അവര് പൂഴ്ത്തിവെച്ചതാ. അല്ലാതെ പെട്ടെന്ന് നേരം വെളുക്കുമുണ്ടായ സൂക്കേടും നല്ലത്. ചോദിക്കണം, ഇപ്പൊ തന്നെ ചോദിക്കണം. ബിലാൽക്ക വേണ്ട, ബിലാൽക്ക എനിക്ക് പേടിയാ. ഇല്ല മോളെ, ബിലാൽക്കാന്റെ നെഞ്ചു പെടയാ. എന്റെ മോളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. നിങ്ങളൊന്ന് സബൂറാക്കിയും ബിലാൽക്ക. ഞാൻ എങ്ങനെ സബൂറാക്കും സൂറ? പടച്ചോനെ, എന്റെ മുത്ത് എന്ത് ദ്രോഹ ചെയ്തത്? എന്തിനു ഓളെങ്ങനെ പരീക്ഷിക്കണേ? എനിക്ക് സഹിക്കാൻ പറ്റില്ല സൂറ, പറ്റില്ല. ഈ കാക്ക നിങ്ങൾ കരയില്ലേ, എനിക്കൊന്നുമില്ല. ശുക്കൂർക്ക പാവാ, എന്നോട് ശുക്കൂർക്കാക്ക് വലിയ സ്നേഹ. ശുക്കൂർക്കാൻ ഒന്നും ചെയ്യല്ലേ സൂറ. മുത്തേ വാ, കരയല്ലേ.
അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. വരി, അകത്തേക്ക് ഇരിക്കാ. വരി. പുതിയാപ്പിളല്ലേ? ഉണ്ട്. സൈനോ, മുത്തിന്റെ കാക്കന്മാര് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഇവിടെയല്ലേ, ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് കരുതിയോ? അതെന്താ അങ്ങനെ? ഇനിയും കുരങ്ങ് കളിപ്പിക്കാനാണോ ഉദ്ദേശം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് വളച്ചു കിട്ടില്ലാണ്ട് പറയും. പറയാം. നിങ്ങൾ ആദ്യം പുതിയാപ്പിളിനെ വിളിക്കേ. സുക്കൂറേ, സുക്കൂറേ. ആ ആ അളിയനോ? ശുക്കൂറേ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. പലരും പല മുടക്കും അന്നെപ്പറ്റി പറഞ്ഞപ്പോഴും നിന്റെ മുത്ത അന്നെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടാ അനക്കോടെ നിക്കാഹ് ചെയ്തെന്ന്. അന്നോൾക്ക് അത്രമാത്രം ഇഷ്ടായിരുന്നു. നിക്കാഹിന് മുമ്പ് അനക്ക് ഈ അസുഖത്തെക്കുറിച്ച് ഒന്ന് പറയായിരുന്നു. പണ്ടെപ്പോഴുണ്ടായ അസുഖം പിന്നെയും വരുന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. കള്ളം കള്ളം പറയാ നീയും നിന്റെ കൂട്ടനും. കള്ളത്തരം പറയല്ല, സത്യം സത്യം ഞാൻ പറഞ്ഞത്. പുതിയാപ്പിളന്റെ ബാപ്പ എന്താ ഒന്നും മിണ്ടാത്ത? ഞാനെന്ത് പറയാനാ? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ എന്റെ മോളുടെ ജീവിതം ഒരു പ്രശ്നമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്കൊരു മോളില്ലേ? ഓൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങളെ പ്രതികരണം? ആവൂലല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കാൻ എന്താ ഇവിടെ ഉണ്ടായത്? ഒരു ചെറിയ അസുഖമുണ്ടായി, അതിനുവേണ്ടി 2 ദിവസം ചികിത്സിക്കും ചെയ്തില്ലേ? പട്ടാമ്പിയിലാവൂല ചുട്ട കോഴിനെ പറപ്പിക്കുന്ന അമ്മായി പറഞ്ഞ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചുട്ട കോഴിനെ പറപ്പിക്കുക, നിങ്ങൾ ചുട്ട കോഴിനെ പറപ്പിക്കുക, കുളിപ്പിക്കുക, എന്ത് വേണമെന്ന് ചെയ്തോ. എന്റെ മോളുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്ത് പരിഹാരം ഞാൻ ഉണ്ടാക്കണ്ട്? ഞാനോളെ മൊഴിയല്ലോ. അനാവശ്യം പറയരുത്. എന്നാ പിന്നെ എന്നെ തല്ലി കൊന്നാളി. ശുക്കൂറേ, അല്ലാണ്ട് ഞാൻ എന്താ പറയാ വാപ്പ? നിന്റെ മുത്തിനെ ഞാൻ ചതിച്ചതല്ല. ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ടോളെ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ മുത്തിന്റെ മുഖം കാണുമ്പോ നിന്റെ കൽബ് പൊരിയ. എന്നെ കാണുമ്പോ ഓൾക്ക് പേടിയാ. എന്നാലും ഓളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓളിന്റെ കെട്ടിയോളാ. ഓളും ഞണ്ടെനിക്ക് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാ മതി. പണ്ടാരടങ്ങിയ അസുഖം പണ്ടെപ്പോഴും ഉണ്ടായതാ. പിന്നെ ഇപ്പൊ ഈ മുത്തിങ്ങനെ മുന്നിൽ വരുമ്പോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ എന്താ വെച്ചാ കാട്ടിക്കോളി. നീ ഓളെ ഞാൻ മൊഴിയലാണോ? അതിന് ഞാൻ തയ്യാറാ. മോനെ, വാടാ. വേണ്ടിത്തരം ചെയ്താൽ തിരിച്ചു ചെയ്യാനും ഞങ്ങൾക്കറിയാം, ഓർത്തോ. മൊഴിയല്ലോന്ന് പേടിപ്പിക്ക. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. അന്നോ എന്റെ കൈയും കാലും ഞാൻ തല്ലി പിടിക്കും. പിന്നെ വേറൊരു പെണ്ണ് കെട്ടാനുള്ള പൂതി ഓനുണ്ടാവില്ല. മുത്തേ, മോള് ബേജാറാവണ്ട. ഇപ്പൊ മോക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പടച്ചോനായിട്ടാ നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ ഇത് കാണിച്ചെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ആകെ പൊല്ലാപ്പായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ മന്ത്രവാദവും മന്ത്രച്ചൂതലൊന്നും കൊണ്ടുനടക്കാതെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ അത് സുഖാവും. ആരോട് പറയാനാ? ഈ അന്ധവിശ്വാസമൊക്കെ തലയെ കയറ്റി നടക്കണവര് അതിനൊന്നും കൂട്ടാക്കൂല. വല്ലാത്തൊരു കൊടുക്കായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. മധുവിധുവും തീർന്നീല, മലരിതളും വാടിയില, മനമൊന്നു തുറന്നീല, കനവൊട്ടും തീർന്നീല, മണവാട്ടി പെണ്ണാമെന്നെ നീ മതിതീരെ കണ്ടീല, മണിമാരാ നിന്നോടൊന്നും കൊതി തീരെ മിണ്ടീല, കൊതി തീരെ മിണ്ടീല, മധുവിധുവും തീർന്നീല, മലരിതളും വാടിയില, മനമൊന്നു തുറന്നീല, കനവൊട്ടും തീർന്നീല, കനവൊട്ടും തീർന്നീല. പച്ച മോഹിച്ചിന്ന് മരുഭൂമി
കുരിശായി മോഹങ്ങൾ മണൽ കാട്ടിൽ അലയുന്ന പുതുമാരാ മനം തേങ്ങി തേടുന്നു ഞാൻ നിനക്കായി എന്നെന്നും മധുവിധുവും തീർന്നില്ല മലരിതളും വാടിയില്ല മനമൊന്നു തുറന്നില്ല കനവൊട്ടും തീർന്നില്ല. ഒരു മീഡിയേറ്റർ ആയിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ടാ വന്നത്. പറയാൻ പോണ കാര്യം വളരെ മോശപ്പെട്ടതാ. പഠിച്ചോൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യ പറയാൻ പോണത്. മുത്തവിടെ? ഓളകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ആരും വരാൻ പറഞ്ഞിട്ടല്ല. ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല, ഞാൻ അങ്ങോട്ട് പോന്നു. നിങ്ങള് കാര്യം തെളിച്ചു പറ. അവര് മുത്തിന് മൊഴി ചെല്ലാൻ തീരുമാനിച്ചു. ഞാനതിന് കൂട്ടുന്നില്ല. കഴിവിന്റെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആരും കേട്ടില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ശുക്കൂർ ഖാനെ കാണണം. എന്താ പറ്റി? ഞാൻ ഒന്നുമില്ല. ശുക്കൂറെ, മൊയ്യ് ചെല്ലിനടുത്ത് ഓളുണ്ടാവും. ഓളെ കാണുമ്പോ അന്റെ മനസ്സ് മാറിപ്പോവരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതിനിപ്പോ മൊഴി ചൊല്ലേണ്ട കാര്യമില്ല, മനസ്സിൽ വിചാരിച്ചാ മതി. ചൊല്ലിയ മാതിരിയാ പോരാ, ഓളെ മുഖത്ത് നോക്കി ചൊല്ലണം. അത് കേൾക്കുമ്പോ ഓളക്കാക്കന്മാരുടെ മനസ്സ് പെടണത് കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനൊന്നും പറയാൻ പാടില്ല അലിക്ക. പടച്ചോന് നിരക്കാത്ത കാര്യ ചെയ്യാൻ പോണ്. അത്തലാഖുമിൻ അബ്ഗദിൽ ഹലാലി ഇലല്ലാ എന്നല്ലേ മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ഒരുമിച്ച് പോകുന്നതിനേക്കാൾ ഉത്തമം പിരിയലാകുമ്പോഴുള്ള അവസാനത്തെ വഴിയാണ് തലാഖ്. ഇപ്പൊ അതൊരു വിഷയമല്ലാതായിരിക്കണം. കുടുംബക്കാർക്കും കാരണവന്മാർക്കും ചെല്ലായിട്ട് തിരക്ക്. വാട്സപ്പിലൂടെ അല്ലേ ഇപ്പൊ തലാഖ് ചെല്ലണേ. തലാഖ് 1, 2, 3 ഒക്കെ ഉണ്ടാക്കി എന്തിനാണെന്നറിയോ? ചെല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ഓൽ ഒരുമിച്ച് പോവാണ്, അതിന് സാവകാശം കിട്ടാനാ. അള്ളാഹുവിന്റെ സിംഹാസനം പോലും പിറക്കും ഭൂമിയിലുള്ള ഇജാതി കാര്യം സംസാരിക്കുമ്പോ. മീസാഖിന് ഖലീലാന്ന് റബ്ബ് പറഞ്ഞതേ പെട്ടെന്ന് പൊട്ടിച്ചെറിയാനല്ലോ. നിങ്ങളൊരു പെൺകുട്ടിന്റെ വാപ്പല്ലേ? അതെ, ഇങ്ങക്ക് ബേജാറുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി. മഹലിൽ നിന്നൊരു സാക്ഷിയായിട്ട് ഒരു മൊല്ലാക്ക ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ നിങ്ങളെ കൂട്ടാന്ന് വെച്ചത്. അതുമല്ല, 10,000-2,000 ഉറുപ്പിയും തരുന്നില്ലേ? മുണ്ടാതെ കുത്തിരുന്നോളി അവിടെ. ഇത് പോകാൻ പറ്റേ ഓൻ പറ്റെന്ന് പറഞ്ഞ് നിന്നാ ഞമ്മക്കിത് പോണ്ടേ? അല്ലാണ്ട് എനിക്ക് എന്റെ മെക്കാനിക് അറിയോ? ഇല്ലാത്തവരുണ്ടായിപ്പോയി. ഒന്ന് വേ നോക്ക്. അത്ര തിരക്കണ്ട, നിങ്ങൾ നടന്നു പോയിക്കോളി. മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആരോടാ ഈ മേലെ താക്കോലിന്റെ അടുത്തെങ്കിലും താക്കോല്. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പേര്. സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പട്ടിനെ തല്ലണമാതിരി നടു റോട്ടിലിട്ട് തല്ല
ചോദിക്കാനും പറയാനും ആരില്ലാന്ന് ഓരങ്ങോട്ട് വിചാരിച്ചോ? നേരം വെളുക്കട്ടെ, നേരം വെളുക്കട്ടെ. എടാ ശുക്കൂറെ, നേരം വെളുക്കുമ്പോ ഈ ഓളെ പോരയിലെത്തണം. പള്ളിയിലും മഹലിലും ഒന്നും പോണ്ട. നേരെ ഓരോ പെരേന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് 3 വട്ടം മൊയ്യ് ചൊല്ലിന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോ. കാസർഗോഡുള്ള എന്റെ അളിയന്മാര് ചെക്കന്മാരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അക്കാതെ ഞാൻ ശരിയാക്കും. ഓ കിടന്നോട്ടെ. അമ്മായി, ഷാഹിദ, ഷൈനു, നിങ്ങളും പോയി കിടന്നോളി. നേരം വെളുക്കട്ടെ, നേരം വെളുക്കട്ടെ. ഒരു കുത്തുറാത്തിയും ഞാൻ നടത്തും. കുത്തിറാത്തീപേ അങ്ങോട്ട് ചെന്നാ മതി. മുത്തില്ലായിരുന്നെങ്കിലേ അന്റെ ഈ തടീമൽ അവര് കുത്തിറാത്തീപ് നടത്തിയിരുന്നു. പിന്നെ പള്ളിക്കാട്ടുക്ക് അങ്ങോട്ട് എടുത്താ മതി. അല്ല, എന്താ എന്റെ തീരുമാനം? ബാപ്പ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അനക്കല്ല ഇന്ന് കിട്ടേണ്ടത്, എന്റെ ബാപ്പയ്ക്കായിരുന്നു. ഡോ, ബാപ്പിയും ഇല്ലാതെ ആങ്ങളമാര് പോറ്റി വളർത്തിയൊരു പെൺകുട്ടീനെ ഒരുത്തന് കൈപ്പിടിച്ചു കൊടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തില് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമ്പോ ഏതാൾക്കാരും ചെയ്തു പോകുന്ന കാര്യം അവരും ചെയ്തോളൂ. തെറ്റ് നമ്മുടെ ഭാഗത്താ. അപ്പൊ നമ്മൾ കുറച്ച് സബൂറാവണം. അല്ലാതെ എടുത്തുചാടി മൊഴി ചെല്ലാൻ തീരുമാനിക്കലല്ല. ഖുർആൻ ഹദീസൊക്കെ നീയും കുറെ ഓതിയതല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അതിലൊക്കെ ധാരാളം പറഞ്ഞിട്ടില്ലേ? അതൊന്നും ഓർക്കാണ്ട് പെട്ടെന്ന് മൊഴി ചെല്ലുക. അതിനു മാത്രം എന്ത് തെറ്റാടാ അവള് ചെയ്തത്? ആലോചിക്ക്. ഒന്നു മാത്രം ഞാൻ പറയാം, അവളൊരു മുത്താ, മുത്ത്. പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. കൈയും കാലെടുത്താ മതിയോ? അതോ എടുക്കണ്ട, ഓടിച്ചാ മതി. കയ്യും കാലം എടുത്തില്ലേ ഒരു രസം ഉണ്ടാവില്ലപ്പാ. അപ്പൊ എത്ര ആളുടെ അലിച്ച? 3. അതിനിപ്പോ ഒരാള് പോരച്ചാ, രണ്ടാളെന്തിന്? എന്നാലും ഇരുന്നോട്ടെ. നിങ്ങളെ കാണുമ്പോ ഓളെ 3 ആങ്ങളമാരും പേടിച്ച് മൂത്രം മാറ്റി പോണം. എന്നുവെച്ചാ പറഞ്ഞാണൊക്കെ. മൊഴി ചൊല്ലി ഉടനെ വെട്ടിക്കൊള്ളണം, അല്ല തല്ലിക്കൊള്ളണം. ചെല്ലടാ, ചെല്ല്. ഉപ്പ, എനിക്ക് എന്റെ മുത്തിനെ കാണണം. ശുക്കൂറേ, മുത്തേ, മുത്തേ, എന്റെ പൊന്നാര മുത്തേ, ഇറങ്ങി വാ. എന്റെ ഷുക്കൂർക്കെ വിളിക്കണത്. ഇറങ്ങി വാ മുത്തേ. മുത്തേ, അന്ന ഞമ്മക്ക് വേണം. മരിക്കണവരെ നമ്മുടെ കൂടെ വേണം. മുത്തേ, ഇവ മുത്തിന്റെ കൂടലപ്പം
ഇനി ഈ താക്കോലിന്റെ ആവശ്യമില്ല.